ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഈയിടെയായി സോഷ്യൽ മീഡിയയിൽ മുഴങ്ങിക്കേട്ട ഒരു പേരാണ് നസ്രിയ സുൽത്താനൻ്റെ. നസ്രിയ സുൽത്താന ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചതും തുടർന്നുള്ള നസ്രിയുടെ വീട്ടുകാരിൽ നിന്ന് അനുഭവിച്ച ദുരനുഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ നസ്രിയ ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു, ഒരു കുട്ടിയുണ്ട്. അതും വെച്ചിട്ട് വേറൊരു ഹിന്ദു യുവാവിനെ കല്യാണം കഴിച്ചപ്പോഴേക്കും സോഷ്യൽ മീഡിയ ആകെ ഈ നസ്രിയ സുൽത്താനെ വലിച്ചു കീറാൻ തുടങ്ങി. അത് സോഷ്യൽ മീഡിയയിൽ അത് പെട്ടെന്ന് സംഭവിച്ച 1-2 ദിവസം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഇവരുടെ അനിയൻ വന്ന് പറയുന്നു, ഉമ്മ വന്ന് കംപ്ലൈൻറ്റ് പറയുന്നു, കരയുന്നു. ഒന്നും പറയേണ്ട, അകപ്പാട് ബഹളമയമായിരുന്നു സോഷ്യൽ മീഡിയ. അതൊക്കെ ആയപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് കമൻറ്റ് കൊല്ലുന്ന കമൻറ്റായിരുന്നു ഓരോ വീഡിയോസിൻ്റെ ഇടയിൽ നസ്രിയയ്ക്ക് വന്നത്. പിന്നീട് നമ്മൾ അറിഞ്ഞ കാര്യം, ഈ പുള്ളിക്കാരിയെ ആദ്യം കല്യാണം കഴിച്ച ആൾ 4 കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് പിന്നീടാണ് അറിയുന്നത്. അതും ഈ ഒരു ചതിയിലൂടെയാണ് ഈ കുട്ടിയെ കല്യാണം കഴിച്ചിരുന്നത്. അതും എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ അമ്മ യത്തീം ഖാനയിലെ ഒരു വേലക്കാരിയാണ്. അപ്പോൾ ആ ഉമ്മയെ പറഞ്ഞു പറ്റിച്ചാണ് ഈ നസ്രിയെ കല്യാണം കഴിച്ചത്. അപ്പം പറഞ്ഞു പറ്റിച്ചെന്താണെന്ന് വെച്ചാൽ, ആദ്യ ഭാര്യയ്ക്ക് ഫിസിക്കലി ആരോഗ്യക്കുറവുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നസ്രിയെ കല്യാണം കഴിക്കാനുള്ള ഒരു പെർമിഷൻ വാങ്ങുന്നത്, ഈ അമ്മയിൽ നിന്ന് ഇയാൾ വാങ്ങുന്നത്. മലേഷ്യയിലൊക്കെ ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടാണ് ഈ നസ്രീൻ്റെ അമ്മ നസ്രിയെ ഇയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നസ്രിയക്ക് വെറും 14 വയസ്സാണ്. ഈ 14 വയസ്സിൽ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഒരു കാര്യത്തിലും നമ്മളത് സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നിട്ട് നസ്രിയെ പോലെ നല്ലൊരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചിട്ടോ 4ാമതും പോയി അയാൾ മലേഷ്യയിൽ പോയി കല്യാണം കഴിച്ചു. അപ്പോൾ നസ്രിയൻ്റെ ഈ വിവരങ്ങളും കഥയൊക്കെ അറിയുന്ന നസ്രിയൻ്റെ അയൽവക്കത്തെ തൊട്ടടുത്ത വീട്ടിലെ അവരുടെ നാട്ടിൽ തന്നെ ഒരു പയ്യനാണ് ഇപ്പോൾ കല്യാണം കഴിച്ചത്. അത് ജാതിയും അതുമൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് നസ്രിയെ സ്വീകരിച്ചതാണ് ഇപ്പോൾ നിലവിലുള്ള ആ ഹിന്ദു യുവാവ്, നസ്രിയെ കല്യാണം കഴിച്ച യുവാവ്. അപ്പോൾ സോഷ്യൽ മീഡിയ ആകെ നോക്കിയത് ഇത്രയേ ഉള്ളൂ. സംഘി ഹിന്ദു യുവാവ്, അവളുടെ മതമല്ല, മുസ്ലിമല്ല, ഹിന്ദു യുവാവാണ് സംഘി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ആകെ നോക്കിയത്. അപ്പോൾ നസ്രിയ ഇപ്പോൾ വന്ന് ഒരു വെറൈറ്റി മീഡിയയിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളിലാണ് നോക്കാം. എന്താണ് ആ വിവാഹ വിശേഷങ്ങൾ? ഒരു മാസമായി കല്യാണം കഴിഞ്ഞിട്ട്, സ്റ്റിൽ പുതുമോടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെയാണ് വിവാഹം? എങ്ങനെയാണ് ലവ് മാരേജ് ആണോ? അയ്യോ, ലവ് മാരേജ് അല്ല. അത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്, ലവ് മാരേജ് ആണോ അത്. ഇത് ഞങ്ങള് ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാരാണ്, ഒരേ നാട്ടുകാരാണ്, അയൽവാസികളാണ്. എൻ്റെ വീടിൻ്റെ ഒരു 2 വീട് കഴിഞ്ഞിട്ടാണ് ഏട്ടൻ്റെ വീട്. പിന്നെ ചെറുപ്പം മുതൽ നന്നായിട്ട് അറിയാം. പിന്നെ ഇപ്പൊ എങ്ങനെയാ പറയാ, അത് എന്താണ്, നല്ലൊരു മനുഷ്യനാണ്. പിന്നെ നമ്മുടെ എന്ത് കാര്യത്തിലാണെങ്കിലും അഭിപ്രായം ചോദിക്കാനും ഒക്കത്തിനും പറ്റിയ ഒരാളാണ്. അത് നമ്മൾ ചെയ്യുന്നത് ചിലപ്പോൾ തെറ്റായ രീതിയിലൂടെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞ് തിരുത്തി തരാൻ പറ്റിയ ഒരാളാണ്. നമുക്കറിയാലോ, നമ്മളൊരു നാട്ടുകാരും അയൽവാസികളൊക്കെ നമുക്ക് അറിയാലോ ആളുടെ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അങ്ങനെ നന്നായിട്ട് അറിയാം. പിന്നെ അവരും അവരുടെ വീട്ടുകാരൊക്കെ എന്നൊക്കെ പറയണത് ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, ഞങ്ങളൊക്കെ സഖാക്കന്മാരാണ്. അപ്പോൾ സോഷ്യൽ മീഡിയക്കാർക്കൊരു ഉത്തരമായി RSS കാരനല്ല CPM കാരനാണെന്നുള്ളത്. രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ വർഷങ്ങളായി പ്രണയിച്ച് വിവാഹം കഴിച്ചതാണോ എന്ന്. അതിനുള്ളൊരു ഉത്തരവുമായി, അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചതല്ല, നസ്രിയയുടെ എല്ലാ അവസ്ഥയും കണ്ടറിഞ്ഞ് അവളെ കെയർ ചെയ്യാം, അവളെ നോക്കിക്കോളാം എന്ന രീതിയിലാണ് ഈ പയ്യൻ ഇവളെ വിവാഹം കഴിക്കുന്നത്. അപ്പുറം 2 വീട്ടുകാർക്കും പരസ്പരം നല്ലവണ്ണം അറിയാം എന്നുള്ളതും. ഒന്നും നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കണില്ല. എന്നെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരാണ്, എന്താ പറയാ, കള്ളത്തരവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ സ്നേഹിക്കാൻ പറ്റിയ ഒരാണ്, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് ആ ഗുണങ്ങളൊക്കെ അയാളിലുണ്ടെന്ന് തോന്നലല്ല, അതാണ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്റെ കുട്ടീനെയും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. അപ്പം അവർക്ക് അതിനും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അവർക്ക് ഓരോ വീട്ടുകാർക്കും കുഴപ്പമില്ല, വീട്ടുകാർക്കും ആർക്കും കുഴപ്പമില്ല, നാട്ടുകാർക്കും കുഴപ്പമില്ല, വേറെ ഉള്ളവർക്കാണ് പ്രശ്നം.
നസ്രിയയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് കള്ളത്തരമൊന്നും ഇല്ലാത്ത ഒരാളാണെന്നും പിന്നെ നല്ലോണം വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണെന്നും ആണ് നസ്രിയയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നസ്രിയയുടെ മുൻകാല അനുഭവം തന്നെ. നസ്രിയ 8ാം ക്ലാസ്സിലോ മറ്റും പഠിക്കുമ്പോഴാണ് 14 വയസ്സുള്ള നസ്രിയയെ കണ്ട് നസ്രിയയുടെ മുൻ ഭർത്താവ് നസ്രിയെ കല്യാണം കഴിച്ചിട്ടുള്ളത്. നസ്രിയയുടെ ഉമ്മാനെ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിച്ച് വഞ്ചിച്ചിട്ടുമാണ് നസ്രിയെ കല്യാണം കഴിച്ചത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഭർത്താവിനോട് നസ്രിയക്ക് നല്ല ഒരു വിശ്വാസത തോന്നി കാണും. ഈ 14 വയസ്സുള്ള പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിക്കണമെന്നൊരു ആഗ്രഹം വരണമെങ്കിൽ അതൊരു ദുഷ്ടചിന്തയുള്ള ഒരാൾ തന്നെ ആയിരിക്കണം. ഇവിടെ നസ്രി ആഗ്രഹിച്ചത് അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഭർത്താവിനെ മാത്രമാണ്. ഒരു സുരക്ഷിതത്വ ബോധം അത്രേ അവൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനൊരു മതം ഏതായാലും അവൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല. അതുതന്നെയാണ് ഏത് സ്ത്രീയും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവരുടെ വിവാഹ സമയത്ത് ഭയങ്കരമായിട്ട് പിന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഇടയിൽ യൂട്യൂബ് ചാനലിൻ്റെ ഇടയിലും വീഡിയോസിൻ്റെ ഇടയിലും അധികം നെഗറ്റീവ് കമൻറ്റും വിമർശനങ്ങളും ഒക്കെ വന്നിരുന്നു. അത് എന്തായാലും അവരുടെ വീട്ടുകാർക്കൊന്നും അധികമൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, നാട്ടുകാർക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായത് സോഷ്യൽ മീഡിയയിലാണ് വളരെയധികം പ്രശ്നമുണ്ടായത്. ഇവർക്ക് വന്ന ഈ നെഗറ്റീവ് കമൻറ്റുകളെക്കുറിച്ച് നസ്രിയ പറയുന്നുണ്ട്. അതൊന്നും നമുക്ക് ഇൻ്റർവ്യൂവിലെ ചില ഭാഗങ്ങളിലൂടെ നോക്കാം. വരുന്ന നെഗറ്റീവ് കമന്റ്സും ട്രോൾസ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഞാൻ ആദ്യമൊക്കെ നന്നായിട്ട് പ്രതികരിച്ചിരുന്നു. നന്നായിട്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ പച്ചത്തെറിയായിരിക്കും കമന്റിലൊക്കെ വരുന്നത്. നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് പോലും സഹിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ആദ്യമൊക്കെ ഞാൻ നന്നായിട്ട്, അതായത് ഒരു 1.5 വർഷം മുമ്പൊക്കെ നന്നായിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി നമ്മുടെ നിലവാരം തന്നെ അവരുടെ നിലവാരമാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നന്നായിട്ട് നമ്മള് പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മാന്യമായിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരുടെ ഫാമിലിന്റെ കൂടെ, മക്കളുടെ കൂടെ, എല്ലാവരുടെ കൂടി ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നോക്കുമ്പോൾ ഒത്തിരിയും ഇതായിട്ടുള്ള, അപ്പൊ ഞാൻ വിചാരിക്കും ആ കമന്റ് ചിലപ്പോൾ പിൻ ചെയ്ത് വെക്കും, കാണട്ടെ, അവരറിയപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽപ്പെട്ട റിലേഷനിലുള്ള ആൾക്കാരൊക്കെ കാണട്ടെ, ഇത്രയും സംസ്കാരമുള്ള ആളാണെന്നുള്ളത് മനസ്സിലാവട്ടെ. ഞാൻ റിപ്ലൈ കൊടുക്കൂല. ഇപ്പൊ ഞാൻ മൈൻഡേ ചെയ്യലില്ല. എന്തൊക്കെ തെറിപ്പോ വന്നിട്ടുണ്ട് അറിയാം. ഇപ്പൊ ഈ ഒരു കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം അത്യാവശ്യം നന്നായിട്ട് തെറി കമന്റുകൾ വന്നിട്ടുണ്ട്. മൈൻഡേ ചെയ്യില്ല, അത്ര. ഞാൻ വായിക്കാൻ നിൽക്കൂല, കമന്റ് എടുത്ത് നോക്കുകയില്ല. നസ്രിയ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കമൻറ്റുകൾ, നെഗറ്റീവ് കമൻറ്റ് പലതിലും വരും. അത് ഞങ്ങൾക്കെല്ലാം വരാറുണ്ട്. അതിന് ഒരു പ്രാധാന്യം കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ അതിനൊരു പ്രാധാന്യം കൊടുത്താൽ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് മനസ്സമാനം കിട്ടുകയില്ല. നെഗറ്റീവ് കമൻറ്റ് നമുക്കിഷ്ടമില്ലാത്തതാണെന്ന് കണ്ടാൽ അപ്പം തന്നെ അത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം.